എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിലും മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇൻബോക്സിലൊക്കെ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസിന് നമ്മൾ വീഡിയോ ആയിട്ട് മറുപടി കൊടുക്കുകയാണ്. സോ നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ID നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. മാസ്റ്റർ ഓഫ് ഫാർമസി കോഴ്സ് ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റി നോർത്തേൺ ടെറിട്ടറിയിൽ ഉള്ളത് നല്ലതാണോ, അത് അക്രഡിറ്റഡ് ആണോ? അപ്പം ഈ ചാൾസ് ഡാർവിൻ യൂണിവേഴ്സിറ്റിയിൽ ഈ മാസ്റ്റർ ഓഫ് ഫാർമസി കോഴ്സ് ഈ അടുത്ത കാലത്തായിട്ടാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കോഴ്സ് ഓസ്ട്രേലിയൻ ഫാർമസി കൗൺസിൽ, അതായത് ഓസ്ട്രേലിയയിലെ ഫാർമസിസ്റ്റുകളെ റെഗുലേറ്റ് ചെയ്യുന്ന കൗൺസിൽ കണ്ടീഷണലി അക്രഡിറ്റേഷൻ കൊടുത്ത കോഴ്സാണ്. അതായത് നിങ്ങൾ അത് ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫാർമസിസ്റ്റായിട്ട് രജിസ്ട്രേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. കണ്ടീഷണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ഓൾമോസ്റ്റ് മീറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇൻ നിയർ ഫ്യൂച്ചർ അക്രഡിറ്റഡ് ആവും എന്നതിനാണ് അതിൻ്റെ ഈ ഓസ്ട്രേലിയൻ ഫാർമസി കൗൺസിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ. സോ ബേസിക്കലി നിങ്ങൾ ഈ ഫാർമസി കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓസ്ട്രേലിയയിൽ ഫാർമസിസ്റ്റായി മാറാൻ പറ്റും. സോ ഈ എൻട്രി ലെവൽ ഫാർമസിസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ബാച്ചലർ ഓഫ് ഫാർമസി ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ ഫുള്ളി അല്ലെങ്കിൽ കണ്ടീഷണലി അക്രഡിറ്റഡ് ആയിട്ടുള്ള മാസ്റ്റർ ഓഫ് ഫാർമസി കോഴ്സ്. സോ ഈ CDUവിലെ ഫാർമസി കോഴ്സ് അങ്ങനെ അക്രഡിറ്റേഷൻ ഉള്ള കോഴ്സാണ്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫാർമസിസ്റ്റായിട്ട് രജിസ്ട്രേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു കോഴ്സ് നോർത്തേൺ ടെറിട്ടറിയിൽ ആയതുകൊണ്ട്, അല്ലെങ്കിൽ CDU നോർത്തേൺ ടെറിട്ടറിയിലാണ്, അവിടെ ആയതുകൊണ്ട് PR കുറച്ചും കൂടെ കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രൊവിൻസാണ്. സോ ബേസിക്കലി ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫാർമസിസ്റ്റായിട്ട് ജോലി കിട്ടാനും PR കിട്ടാനും ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. സോ ബേസിക്കലി നല്ലതാണ്. പക്ഷേ ഈ കോഴ്സ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്, ഒരുപാട് കാലമായിട്ട് റൺ ചെയ്യുന്ന പ്രോഗ്രാം അല്ല. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ബ്രദർ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വർക്ക് വിസ കൊടുക്കുന്നുണ്ടോ? വർക്ക് വിസ അങ്ങനെ സ്റ്റോപ്പായിരുന്ന ഒരു സാധനമല്ല, വർക്ക് വിസ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓസ്ട്രേലിയയിൽ ഇവിടെ ആവശ്യമുള്ള ഒരു സ്കില്ലാണ്, നിങ്ങൾക്ക് ആ സ്കില്ലിൽ എക്സ്പീരിയൻസ് ഉണ്ട്, റെലവൻറ്റ് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അത് മാത്രമല്ല ഓസ്ട്രേലിയയിൽ വിസ കൊടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള അപ്രൂവ്ഡ് എംപ്ലോയർ നിങ്ങൾക്കൊരു ജോബ് ഓഫർ തന്ന് അവർ നിങ്ങളെ വിസയ്ക്ക് നോമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അതാണ് കാര്യം. അങ്ങനെയാണ് വർക്ക് വിസ കിട്ടുന്നത്. സോ വർക്ക് വിസ സ്റ്റോപ്പായിട്ടൊന്നുമല്ല, നിങ്ങൾ ഈ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക് വിസ ഇപ്പോഴും കിട്ടാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം, MSc നഴ്സിംഗ്, ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ MSc നഴ്സിംഗ് ഇൻ പീഡിയാട്രിക്സ്. വാട്ട് ഈസ് എ സ്കോപ്പ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഫോർ മൈ ക്വാളിഫിക്കേഷൻ? സോ ബേസിക്കലി നിങ്ങളിപ്പം BSc നഴ്സിംഗ് കഴിഞ്ഞ ആളാണെങ്കിലും MSc നഴ്സിംഗ് കഴിഞ്ഞ ആളാണെങ്കിലും ഇവിടെ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുക എന്നാണെങ്കിൽ നിങ്ങളിവിടെ അപ്ര രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഒന്നെങ്കിൽ UK-ലോ അയർലൻഡിലൊക്കെ പോയി ന്യൂസിലാൻഡ് പാത്വേ വഴി നിങ്ങളിവിടെ രജിസ്ട്രേഷൻ എടുക്കുക, അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ പോയി അവിടുത്തെ ക്യാപ്പില്ലിപ്പം അവിടുത്തെ കോമ്പറ്റൻസി എക്സാംസ് ക്ലിയർ ചെയ്തതിന് ശേഷം അത് ഓസ്ട്രേലിയയിൽ കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് IELTS ക്ലിയർ ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് NCLEX ആൻഡ് OSCE എഴുതി ഇവിടെ ക്ലിയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് നേഴ്സ് ആവണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഈ നേഴ്സ് ആവണമെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ നിങ്ങളിവിടെ ഹയർ എഡ്യൂക്കേഷൻ ചിലപ്പോൾ നിങ്ങൾക്കിവിടെ ടീച്ചിങ്ങിൽ ആണ് ജോലി നോക്കണം എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ നിങ്ങൾക്കിവിടെ ടീച്ചിങ്ങിലാണെങ്കിലും ഓസ്ട്രേലിയൻ നേഴ്സിംഗ് സെക്ടറിലൊക്കെ നിങ്ങൾക്ക് ടീച്ചിങ്ങിന് പോകണമെങ്കിൽ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്. രജിസ്ട്രേഷൻ എന്തെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ടീച്ചിങ്ങിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ സർട്ടിഫിക്കറ്റ് 4 in ട്രെയിനിങ് ആൻഡ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞ ഒരു കോഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്താലേ നിങ്ങൾക്ക് മോസ്റ്റ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇൻസ്ട്രക്ടറായിട്ടോ ലെക്ചറായിട്ടോ ഒക്കെ ജോലി കിട്ടുള്ളൂ. സോ ബേസിക്കലി ഇതാണ്. നിങ്ങൾ MSc കഴിഞ്ഞാലും BSc കഴിഞ്ഞാലും 20 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇവിടെ രജിസ്ട്രേഷൻ എടുക്കാതെ ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഓൾ റൈറ്റ്. പിന്നെ അടുത്ത ചോദ്യം, ബാച്ചലർ ഓഫ് ആയുർവേദിക് മെഡിക്കൽ സയൻസ് കഴിഞ്ഞ അല്ലെങ്കിൽ BAMS കഴിഞ്ഞ ആളുകൾക്ക് ഇവിടെ മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പിക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ്. അപ്പം അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ഇവിടെ മാസ്റ്റർ ഓഫ് ഫിസിയോതെറാപ്പി എൻട്രി ലെവൽ ക്വാളിഫിക്കേഷൻ, അതായത് നിങ്ങളിവിടെ വേറെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് ഓസ്ട്രേലിയയിൽ വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാസ്റ്റേഴ്സ് ലെവലിൽ ഫിസിയോതെറാപ്പി കോഴ്സ് ചെയ്യാം. ഈ കോഴ്സുകൾ എൻട്രി ലെവൽ ക്വാളിഫിക്കേഷൻസോ അല്ലെങ്കിൽ പ്രീ രജിസ്ട്രേഷൻ ക്വാളിഫിക്കേഷനൊക്കെ ആയിരിക്കും. അതായത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആവാനുള്ള ബേസിക് കാര്യങ്ങളായിരിക്കും മാസ്റ്റേഴ്സ് ലെവലിൽ നിങ്ങളെ പഠിപ്പിക്കുക, അല്ലാതെ അഡ്വാൻസ്ഡ് മാസ്റ്റേഴ്സ് അല്ല. അപ്പോൾ ഈ മാസ്റ്റേഴ്സ് ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ BAMS
കഴിഞ്ഞ ആളുകൾക്കും അഡ്മിഷൻ എടുക്കാം. അപ്പം BAMS കഴിഞ്ഞ ആളുകളുടെ ഇതിനകത്ത് അഡ്മിഷൻ റിക്വയർമെൻറ്റ് എങ്ങനെയാണ്? നിങ്ങളൊരു ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞിരിക്കണം, അതിൻ്റെ അകത്ത് അനാട്ടമി ആൻഡ് ഫിസിയോളജി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, BAMSൻ്റെ അനാട്ടമി ആൻഡ് ഫിസിയോളജി എങ്ങനെയാണ് പ്രിപ്പറേഷൻ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അതിപ്പം ബേസിക്കലി MBBSൻ്റെ സെയിം സിലബസ് ആണോ, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി പോലെ ഞങ്ങളൊക്കെ പഠിച്ച പോലത്തെ അനാട്ടമി ആണോ? ഞങ്ങൾ പഠിച്ച പോലുള്ള അനാട്ടമി എങ്കിലും വേണം. എനിക്കറിയത്തില്ല BAMSൻ്റെ അനാട്ടമി സബ്ജക്റ്റിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, അല്ലെങ്കിൽ ആയുർവേദിക് പെർസ്പെക്റ്റീവിലാണോ പഠിപ്പിക്കുന്നത് എനിക്കറിയത്തില്ല. സോ അതുകൊണ്ടാണ് നിങ്ങളുടെ ബാച്ചിലർ ഡിഗ്രിയിലെ അനാട്ടമി ആൻഡ് ഫിസിയോളജി സാറ്റിസ്ഫാക്ടറി പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ മാസ്റ്റേഴ്സ് ഇൻ ഫിസിയോതെറാപ്പിക്ക് അഡ്മിഷൻ എടുക്കാം. മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇങ്ങനെ എൻട്രി ലെവൽ മാസ്റ്റേഴ്സ് ക്വാളിഫിക്കേഷൻസിലേക്ക് എൻട്രി എടുക്കുമ്പോൾ IELTS അക്കാഡമിക് 7 ഈച്ച് എങ്കിലും മിനിമം അഡ്മിഷൻ റിക്വയർമെൻ്റ് ഉണ്ട്. കാരണം വെച്ചാൽ ഓസ്ട്രേലിയയിലെ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് രജിസ്ട്രേഷൻ എടുക്കാനുള്ള മിനിമം റിക്വയർമെൻറ്റ് IELTS അക്കാഡമിക് 7 ഈച്ച് ഓർ ഇക്വലൻ്റ് എന്ന് പറഞ്ഞാൽ അത് OET ആവാം, അല്ലെങ്കിൽ PTE ആവാം, അല്ലെങ്കിൽ PTE 65 ഈച്ചോ അല്ലെങ്കിൽ OET BE ഈച്ചോ ഏതാണെങ്കിലും. ഇത് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഇൻ എൻട്രി ലെവൽ ക്വാളിഫിക്കേഷൻസിലേക്കൊക്കെ അഡ്മിഷൻ കിട്ടുള്ളൂ. സോ ബേസിക്കലി ഇതാണ്, നിങ്ങളുടെ അനാട്ടമി ആൻഡ് ഫിസിയോളജി പ്രിപ്പറേഷൻ നല്ലതാണെങ്കിൽ, അല്ലെങ്കിൽ അതിനകത്ത് സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ അഡ്മിഷനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് ഒരു ചോദ്യം, ഈസ് ഇറ്റ് റിസ്കി നൗ ടു സ്റ്റഡി ബാച്ചിലർ ഓഫ് നഴ്സിംഗ് ഇൻ ഓസ്ട്രേലിയ ആസ് ആൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ്? വിൽ ഇറ്റ് ലീഡ് ടു PR ആഫ്റ്റർ സ്റ്റഡീസ്? അതിന് ആദ്യം തന്നെ ഉത്തരം പറയേണ്ടത്, ഓസ്ട്രേലിയയിൽ ഒരു കോഴ്സും PR ഗ്യാരണ്ടി ചെയ്യുന്നില്ല. നിങ്ങൾക്ക് PR എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പഠിക്കാൻ വരൂ എന്ന് ഓസ്ട്രേലിയയിലെ ഒരു കോഴ്സും പറയുന്നില്ല. അപ്പം ഇതിനകത്തൊക്കെ സാധ്യതകളാണ് നമ്മളെല്ലാവരും പറയുന്നത്. ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള, അല്ലെങ്കിൽ PR ഓപ്പർച്യൂണിറ്റീസ് ഉള്ള പ്രോഗ്രാംസ് കണ്ടെത്തി പറയുകയാണ്. അല്ലാതെ ഈ കോഴ്സ് പഠിച്ചാൽ PR ഗ്യാരണ്ടീഡ് ആണ്, PRലേക്ക് ലീഡ് ചെയ്യാൻ ഈ കോഴ്സ് എന്ന രീതിയിൽ ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ ബാച്ചിലർ ഓഫ് നഴ്സിംഗ് ഈ ഓസ്ട്രേലിയയിൽ ഇൻ കമ്മിങ് ഇയേഴ്സ് ഓൾസോ, അടുത്തൊരു 10 കൊല്ലത്തേക്കൊന്നും വലിയൊരു പ്രോഗ്രാം, റിസ്ക് ഇല്ലാത്ത പ്രോഗ്രാമാണ്. എവിടെയെങ്കിലേക്കുമായിട്ട് ജോലി കിട്ടാനും, ഒന്നെങ്കിൽ വർക്ക് വിസ കിട്ടാനോ അല്ലെങ്കിൽ ഇവിടെ PR കിട്ടാനൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സാണ്. പിന്നെ ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്ത് വരുമ്പോൾ കുറച്ച് ബെറ്റർ സ്ഥലങ്ങൾ, നല്ല സ്റ്റേറ്റ്, PRന് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേറ്റുകളിലേക്ക് വരുവാണെങ്കിൽ കുറേയും കൂടെ നല്ലതായിരിക്കും. സോ വലിയ റിസ്ക് ഒന്നുമില്ല, PR കിട്ടാൻ പോസിബിലിറ്റീസ് ഉണ്ട്, അല്ലാതെ PR ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. ഇതുപോലെ വീഡിയോസ് ഇഷ്ടമാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും.